ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. സജീസ് ഇന്നോവേഷൻസിൻ്റെ ഒരു ബൊഗൈൻവില്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബൊഗൈൻവില്ല ഏതാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഒരു 6 മാസം മുമ്പ് ബൊഗൈൻവില്ലയിൽ പരീക്ഷണം നടത്താൻ വേണ്ടി ഞാൻ വാങ്ങിയ കുറേ ചെടികളാണ്. ഇതിൻ്റെ വീഡിയോ ആ സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ അധികം പേര് ആ വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന നോക്കി കുറേ പേര് അവർ റിപ്പോർട്ട് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ കാരണം, പല തിരക്കുകൾ കാരണം എനിക്ക് എൻ്റെ റിപ്പോർട്ടിംഗ് സമയത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാം നാടൻ വെറൈറ്റീസ് ഓഫ് ബൊഗൈൻവില്ലയായിരുന്നു. തുടക്കമായതുകൊണ്ട് നാടനിൽ തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇത് വാങ്ങിയ സമയത്തെ ആ അവസ്ഥ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഈ ചെടികൾ വാങ്ങിയ സമയത്ത് ഞാൻ എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിലയും ഇത് വാങ്ങിയ സ്ഥലവും ഒക്കെ ചേർത്തൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം, അതും കൂടെ ഒന്ന് കണ്ടു നോക്കിട്ടോ. എന്നാൽ ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഭംഗിയായിട്ട് ഇതിൽ പൂക്കൾ വന്നായിരുന്നു കണ്ടോ. ഇതാണ് ആ 2ാം പ്രാവശ്യം വന്ന പൂക്കൾ. ശരിക്കും ഭംഗിയായിട്ട് എല്ലാം നന്നായിട്ട് തന്നെ പൂത്തിട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഇതിനെ വളരെ നന്നാക്കി ഒന്ന് വളർത്തിയെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ പെട്ടിട്ട് ഒരു ശ്രദ്ധ കിട്ടാത്തത് കാരണമാകാം ഇതിങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലോട്ട് മാറിപ്പോയി. അപ്പോൾ ഇപ്പോഴെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം എന്തൊക്കെ പരിപാടിയാണ് ഇതിൽ ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിക്കാം. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഈ വീഡിയോ കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും കേട്ടോ. കണ്ടല്ലോ, ഇത് ആ ചെടികളാണ് ഇപ്പോൾ ഈ അവസ്ഥയിലിരിക്കുന്നത്. ഇത് ഒരു 6 മാസമായിട്ട് ഈ ചട്ടി തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഒന്നും ചീത്തയായി പോയിട്ടില്ല, എല്ലാ ചെടികളും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സമയം കിട്ടിയപ്പോൾ ഇപ്പോഴും സന്ധ്യയാകുന്ന ഒരു പകുതിയെങ്കിലും ഇപ്പോൾ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. എന്തായാലും ബൊഗൈൻവില്ല നമുക്കറിയാം ഇതിൻ്റെ പ്രൂണിങ് നടത്തേണ്ടത് ശരിക്കും മഴ സമയത്തിന് മുമ്പാണ്. അപ്പം മഴ കഴിഞ്ഞ സമയത്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും എന്താവും നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ബൊഗൈൻവില്ലയുടെ പ്രൂണിങ്ങും ഇതിനൊരു ഗ്രോത്ത് മിക്സർ. ഫസ്റ്റ് ഇതിന് കൊടുക്കുന്ന പ്രൂണിങ് കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട കെയർ, അതിന് കൊടുക്കേണ്ട വളം എന്താണ് സംബന്ധിച്ചൊരു വീഡിയോ ആണ്. ബാക്കി ഞാൻ വേറൊരു വീഡിയോ പിന്നെ കാണിക്കാം, റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ. ഇതിനിപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യാൻ പോവാണ്. പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ 2 രീതിയിൽ പ്രൂൺ ചെയ്യാറുണ്ട്. അത് ഏത് ചെടികൾക്കായാലും അതെ. അത് ഹാർഡ് പ്രൂണിംഗ് എന്നും സോഫ്റ്റ് പ്രൂണിംഗ് എന്നും പറയും. ഹാർഡ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ ആ ശരിക്കും സ്റ്റെമ്മ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ ട്രിം ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഈ ചെടികൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഹാർഡ് പ്രൂണിംഗ് ആണ്. ഹാർഡ് പ്രൂണിംഗ് നടത്തിയിട്ട് ഈ ചട്ടിയിൽ വെച്ച് തന്നെ ഗ്രോത്ത് മിക്സർ കൊടുത്തിട്ട് ഒന്ന് വളർത്തിയെടുത്തതിന് ശേഷം റിപ്പോർട്ട് ചെയ്യേണ്ട പരിപാടി കേട്ടോ. അപ്പോൾ നമുക്ക് ഹാർഡ് പ്രൂണിംഗ് നടത്തുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ചെടികളെല്ലാം നോക്കും ഏകദേശം ഒരു വർഷമൊക്കെ പ്രായമുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സ്റ്റെമ്മൊക്കെ നോക്കുക, അത്യാവശ്യം വണ്ണമുണ്ട്. ഒരു മീഡിയം ടൈപ്പ് സ്റ്റെമ്മുള്ള ചെടികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ ഹാർഡ് പ്രൂണിംഗ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് സ്റ്റെം വിടരുത്. ഇപ്പോൾ പൂക്കളിലൊന്നും കാര്യമാക്കരുത്. ഒരു 3 ഇഞ്ച് മേളിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്ര മാത്രമേ ഞാൻ ബാക്കി വെച്ചിട്ടുള്ളൂ. ഇനി ഈ ചെടിയെ ചെയ്യുവാണെങ്കിൽ കണ്ടോ ഏകദേശം ഇത്ര വെച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കുറേ ബ്രാഞ്ചസ് വന്നിട്ട് ഒന്ന് ബുഷ് ആയിക്കോളൂ കേട്ടോ. അത് അപ്പോൾ ഇതുപോലെ എല്ലാ ചെടികളും പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ദേ ഞാൻ എല്ലാം തന്നെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ബ്രാഞ്ചസ് ബാക്കിയില്ല കേട്ടോ. ലീഫും വളരെ കുറവാണ് കണ്ടോ. ഇത് അത്രയുമാണ് നമ്മൾ പ്രൂൺ ചെയ്ത വേസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനൊരു ഗ്രോത്ത് മിക്സർ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഗ്രോത്ത് മിക്സർ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ എൻ്റെ വ്യൂവേഴ്സിനോടൊരു ബിഗ് സോറി. കാരണം ഞാനിപ്പോൾ നമ്മളെ ബൊഗൈൻവില്ല പ്രൂൺ ചെയ്ത് വെച്ചിട്ട് 15 ദിവസമായിട്ടോ. അന്ന് തന്നെ ഞാൻ പൊട്ടിങ് മിക്സ് ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം കാണിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ പല തിരക്കുകളിൽ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല സമയത്തിന്. ഇത് 15 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ചെടികളുടെ അവസ്ഥ ഇതാണ്. എല്ലാത്തിനും ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ. ചെറിയ ബ്രാഞ്ചസൊക്കെ വന്ന് ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നതിലൊരു ഗ്രോത്ത് മിക്സർ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഗ്രോത്ത് മിക്സർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഗ്രോ ചെയ്ത് തുടങ്ങി. അത് നമുക്ക് മനസ്സിലാവും. ബൊഗൈൻവില്ല വലിയ പരിചരണമൊന്നും കൂടാതെ തന്നെ നന്നായിട്ട് വളർന്ന ചെടിയാണ്. പക്ഷേ നമ്മൾ അത്യാവശ്യം പരിചരണം കൂടെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കും. അപ്പോൾ നിങ്ങളെന്തായാലും എന്നെ പോലെ പ്രൂൺ ചെയ്തിട്ട് 15 ദിവസം കാത്തിരിക്കേണ്ട കേട്ടോ. പ്രൂൺ ചെയ്ത് ഉടനെ തന്നെ ഈ പറഞ്ഞ ഗ്രോത്ത് മിക്സ് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം ഞാൻ ഈ ഗ്രോത്ത് മിക്സിൽ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ അതേ ഗ്രോത്ത് മിക്സ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു ഗ്രോത്ത് മിക്സ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ജൈവികമായിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഓർഗാനിക് സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇലകളൊക്കെ ഭയങ്കരമായിട്ട് തഴച്ച് വളർന്നിട്ട് പൂക്കൾ ഉണ്ടാകാൻ ചാൻസ് കുറയും. അപ്പോൾ ബൊഗൈൻവില്ല നമുക്ക് പൂക്കളാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഗ്രോത്തിന് വേണ്ടി ഞാനൊരു ഓർഗാനിക് മിക്സ് ഉണ്ടാക്കുന്നത്, ജൈവ മിക്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫ്ലവറിങ് മിക്സ് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ പറയുക കെമിക്കൽസിലേക്ക് പോവാം. അപ്പോൾ ഇതിനാവശ്യമായി എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാനൊരു 2 കിലോ ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചാണകപ്പൊടി നല്ലൊരു ജൈവവളം എല്ലാവർക്കും അറിയാമല്ലോ.
നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും നല്ലൊരു കലവറയാണ് ശരിക്കും ചാണകപ്പൊടി. ചാണകപ്പൊടിയുടെ കൂടെ ഞാൻ വെർമി കമ്പോസ്റ്റ് എപ്പോഴും ചാണകം ഉണ്ടെങ്കിൽ ചാണകം മാത്രമായാലും കുഴപ്പമില്ല, ഞാൻ വെർമി കമ്പോസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും കമ്പോസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഞാൻ വെർമി കമ്പോസ്റ്റും 2 കിലോ, ചാണകപ്പൊടി അത്രയും ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഇതിലൂടെ ചേർക്കാൻ പോകുന്നത് 1 കിലോ വേപ്പിൻ പിണ്ണാക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി 1 കിലോ തന്നെ എല്ലുപൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഗ്രോത്ത് മിക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നമ്മുടെ മിക്സ് റെഡിയാണ്. ഇത്ര അധികം മിക്സ് ഒന്നും വേണ്ട, 10-12 ചെടി എൻ്റെ കയ്യിലുള്ളൂ, ബാക്കി നമുക്ക് വച്ചിരുന്നാൽ വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ ചോടുണ്ടല്ലോ, അത്യാവശ്യം മഴയൊക്കെ നനഞ്ഞ് ഇരിക്കുക കേട്ടോ. ഇത് ചുവട്ടിൽ ഈ സൈഡിൽ നിന്ന് മണ്ണ് നന്നായിട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ട് വളരെ കുറച്ച് മിക്സ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇതൊരു പ്രാവശ്യം പൂത്തതിന് ശേഷം നമുക്ക് വലിയ ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. അതിന് നമുക്ക് കുറച്ച് മണ്ണതിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ, അല്ല പിന്നെ നിറഞ്ഞു പോകും. ഇതുള്ളതായാലും വാങ്ങിയപ്പോഴുണ്ടായിരുന്നപ്പോൾ ഒട്ടി മിക്സ് കേട്ടോ, അത്യാവശ്യം ടൈറ്റായ മിക്സാണ്. നമുക്കിതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മാറ്റി വെച്ച മണ്ണല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് പുറത്തിട്ട് കൊടുക്കാം കേട്ടോ. അതിന് ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചേർക്കാം കേട്ടോ. അതുപോലെ ഇതിലും സൈഡിലെ മണ്ണൊക്കെ നൽകി കൊടുക്കാം. ഇത് അത്രയും നനഞ്ഞിട്ടില്ല കേട്ടോ. മാറ്റി കൊടുക്കാം കേട്ടോ. ഈ വേരൊക്കെ ചെറുതായിട്ടൊന്നും പറഞ്ഞാൽ പ്രശ്നമാക്കണ്ട കേട്ടോ. അപ്പോൾ 2 എണ്ണത്തിന് നമ്മൾ ഗ്രോത്ത് മിക്സ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. ബാക്കി എല്ലാത്തിനും ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ 12 ചെടികൾക്കും മിക്സൊക്കെ ഇട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പൊങ്ങിയിട്ടിരിപ്പുണ്ട്. അവസാനം എടുത്ത് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോകട്ടെ. എല്ലാത്തിനും നന്നായിട്ട് നനച്ച് കൊടുക്കണം. ഇട്ട് കഴിഞ്ഞാൽ ഈ ഒഴിക്കുമ്പോൾ ഒരു ബ്ലൂ കളർ കാണുന്നുണ്ടാവും വെള്ളത്തിന്, കണ്ടല്ലോ. ഈ ബ്ലൂ കളർ ഞാൻ സാഫ് എന്നൊരു ആൻറ്റി ഫംഗൽ പൗഡർ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഞാനിതിനെ പോട്ടിംഗ് മിക്സ് മാറ്റുമ്പോഴും റീപോർട്ട് ചെയ്യുമ്പോഴൊക്കെ ആദ്യം ഒഴിക്കുന്ന വെള്ളത്തിൽ ഒരു സാഫും കൂടെ മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ലതാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. കാരണം നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഉപയോഗിക്കണം പുറത്തുനിന്ന് കിട്ടുന്നത് കൊണ്ടാണ് കേട്ടോ. അതെല്ലാത്തിനും ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ആൻറ്റി ഫംഗൽ ആയതുകൊണ്ട് ലീഫിലും ഒക്കെ ചേർത്തങ്ങ് ഒഴിച്ചു കൊടുക്കുക. ലീഫിലും സ്റ്റെമ്മിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ കണ്ടത് ബൊഗൈൻവില്ല ചെടികളിൽ ഹാർഡ് പ്രൂണിങ് നടത്തുന്ന രീതിയും പിന്നെ അതിനുള്ള ഒരു ഗ്രോത്ത് മിക്സിൻ്റെ കമ്പണൻസും ഗ്രോത്ത് മിക്സ് ഉണ്ടാക്കുന്ന രീതിയുമാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ എന്താ പറയുക ഫ്ലവറിങ് മിക്സ് കൊടുക്കുന്നതായിരിക്കും. ഫ്ലവറിങ് മിക്സ് എപ്പോഴും നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്തായാലും അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഓൾറെഡി ഞാൻ ചെയ്യുന്ന വീഡിയോസ് നീളം കൂടി പോകുന്ന പരാതി എപ്പോഴും ഉണ്ട്. ഇതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.